ശ്രീജ, മുദ്രാവാക്യം വിളികളോടുകൂടി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹത്തോടൊപ്പം MA ബേബി, ഒപ്പം തന്നെ CP സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ, KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ വലിയ മുദ്രാവാക്യം വിളി, തൊണ്ട പൊട്ടുമാറും ഉച്ചത്തിൽ അവർ വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയ നേതാവിനെ യാത്ര അയക്കുന്നതിന് വേണ്ടി അവർ പുറകെ ഓടുകയാണ്. അത്തരത്തിൽ ഓടി ഓടി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രത്തോളം വാഹന വ്യൂഹം കുറച്ചുകൂടി ഇവിടെ നിന്ന് സ്പീഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോഴും ഇവർ അത്രത്തോളം വാഹനത്തിനൊപ്പം ഓടിയെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അല്പം കൂടി വേഗത്തിൽ ഇപ്പോൾ VS-നെയും കൊണ്ടുള്ള ആംബുലൻസ് മുന്നിൽ പോവുകയാണ്. ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അകമ്പടിയുമായി കൂടെയുണ്ട്. മുൻ മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ദർബാർ ഹാളിലേക്ക് എത്തുകയാണ്. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് എന്ന ശബ്ദം നമുക്ക് ഇങ്ങനെ പശ്ചാത്തലത്തിൽ മുഴങ്ങി കേൾക്കാം. സംസ്ഥാനത്ത് VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമൊക്കെ അവധിയാണ്. ചൊവ്വാഴ്ച മുതൽ, ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ കുറിപ്പിൽ പറഞ്ഞത്, കേരളത്തിൻ്റെ പൊതുവിലും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ചും ചരിത്രത്തിൻ്റെ പരിച്ഛേദമാണ് VS അച്യുതാനന്ദൻ എന്നാണ് പറഞ്ഞത്. ഒരു നൂറ്റാണ്ടിൻ്റെ ജീവിതം, അത് അധികമാർക്കും അവകാശപ്പെടാൻ കഴിയാത്തൊരു കാര്യമാണ്. 100 വയസ്സ് പിന്നിട്ട് ഈ കേരളം ഇന്നത്തെ കേരളമായി മാറിയത് കണ്ട് അതിനൊപ്പം സഞ്ചരിച്ച ആളാണ് VS. അതുകൊണ്ട് തന്നെ കേരള ചരിത്രം എന്ന് പറയുന്നത്, അതിൽ പ്രധാനമാണ് VS-ൻ്റെ ചരിത്രവും. VS അതിനോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ജന്മിത്വം, ദുഷ്പ്രഭുത്വം അതെല്ലാം കഴിഞ്ഞ് ജനാധിപത്യം വാഴുമ്പോഴും, ജനാധിപത്യത്തിലെ കുത്തുകൾക്കെതിരെ പറയുമ്പോഴും എല്ലാം VS ഒരു വശത്തുണ്ടായിരുന്നു. ഏത് കാലത്തും VS ഉണ്ട് എന്നതൊരു ധൈര്യമായിരുന്നു. ഉജ്ജ്വല സമര പാരമ്പര്യത്തിൻ്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു VS എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നമ്മുടെയൊക്കെ അനുഭവത്തിൽ ആ VS-നെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമര പാരമ്പര്യം, അസാമാന്യമായ നിശ്ചയദാർഢ്യം, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുമ്പോൾ അത്തരം നിലപാടുകളുടെ പേരിലൊക്കെ ഏറ്റുമുട്ടിയിട്ടുള്ളവരാണ് അവർ രണ്ടുപേരും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന ഒറ്റക്കൊടിക്ക് കീഴിൽ അവരെന്നും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. വിഭാഗീയത, എതിർപ്പുകൾ അതൊക്കെ ഉള്ളപ്പോൾ പോലും ആ പാർട്ടി എന്ന ചെങ്കൊടിക്ക്, ആ പാർട്ടിയുടെ ചെങ്കൊടിക്ക് കീഴിൽ അവരൊറ്റക്കെട്ടായി നിന്നു. ഇപ്പോൾ ഇതാ VS-നെ യാത്രയയക്കാൻ പിണറായി വിജയൻ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അവിടെയുണ്ട്. എല്ലാ മുതിർന്ന നേതാക്കളും, ഒപ്പം സംസ്ഥാന ഭരണത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ആളുകളും അവിടെ ദർബാർ ഹാളിലുണ്ട്. 1940-ൽ 17 വയസ്സുള്ളപ്പോൾ പാർട്ടി അംഗമായതാണ് VS. 85 വർഷം പാർട്ടി അംഗമായി തുടരുക, അതിനി ആർക്കെങ്കിലും സാധ്യമാവുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ്. 85 വർഷം ഒരു പാർട്ടിയുടെ അംഗമായി നിൽക്കുക, ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവായിരിക്കുക, അങ്ങനെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത വലിയൊരു ചരിത്രം ബാക്കിയാക്കിയാണ് VS വിടവാങ്ങുന്നത്.